ദിലീപ് കുമാർ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് മാത്രമല്ല, ഇത്രയും വലിയ ഭൂരിപക്ഷം കൊടുത്തത് കോൺഗ്രസ്സുകാരല്ല, UDF പ്രവർത്തകരുമല്ല. ഈ ഭരണം മാറണം എന്ന് ആഗ്രഹിച്ച കുറേ ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് നിരാശ വരാൻ പാടില്ല. മാത്രമല്ല, ഇതിൽ പേര് പറയാത്ത VT ബലറാമിനെ പോലുള്ള ആൾക്കാരൊക്കെ ചിലപ്പം VD സതീശിന് വേണ്ടി നിലകൊണ്ടുവന്ന് വരാം. അങ്ങനെയൊക്കെ ചില പേരുകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ചില ആൾക്കാരൊക്കെ അവരുടെ ഈ വരുന്ന നിരീക്ഷകനോട് പറയാൻ വേണ്ടി ചില വേറിട്ട അഭിപ്രായങ്ങളുമായിട്ടൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് ചില ആൾക്കാരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് ലഭിച്ച വിവരം. അതുകൊണ്ട് അതെന്തും ആകട്ടെ, കാര്യം ഇത് ആരായാലും ഈ 3 പേരിൽ ഒരാളായിരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായല്ലോ. അപ്പോൾ ദിലീപ് കുമാറിൻ്റെ ഒരു നിലപാടെങ്ങനെയാണ് ഇക്കാര്യത്തിൽ? SKN ജനങ്ങൾ ഒരു വലിയ ഉത്തരവാദിത്വമാണ് കോൺഗ്രസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ തുടർഭരണത്തിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭയെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷം നൽകി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടകൾ ഉൾപ്പെടെ ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന് ജനങ്ങൾ ഈ UDF എന്ന സംവിധാനത്തോട് മാത്രമല്ല, UDF കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അത് പിണറായി സർക്കാരിൻ്റെ പല നടപടികളും തുറന്നു കാട്ടുന്നതിൽ പ്രതിപക്ഷം നടത്തിയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾക്കുള്ള അംഗീകാരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇത്തവണ പറഞ്ഞു കേൾക്കുന്ന ഈ പേരുകൾ, 3 പേരുകളാണല്ലോ പ്രധാനമായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ യോഗ്യതകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. KC വേണുഗോപാൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി കേരളത്തിൽ നിന്ന് ആദ്യമായാണ് AICCക്ക് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ മേൽ ഉള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്താകെ കോൺഗ്രസിനൊരു പുതുജീവൻ നൽകുക എന്ന വലിയ ഉത്തരവാദിത്വവും സംഘടനാപരമായ കാര്യങ്ങളുമൊക്കെ അത് KC വേണുഗോപാലിൻ്റെ ചുമലിൽ ഉള്ളപ്പോഴാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഒരു തിളക്കമാർന്ന വിജയം UDF നേടിയത്, കോൺഗ്രസ് നേടിയത്. അതിലേതായാലും VD സതീശൻ്റെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ AICCയിൽ നിന്ന് കാര്യമായ സഹായം, AICCയുടെ സഹായം സംസ്ഥാനത്തെ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് KC വേണുഗോപാലാണ്. ഏറ്റവും ഒടുവിലായി ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന ചില വിമത ശബ്ദങ്ങളെപ്പോലും അവരെ നേരിൽ പോയി കണ്ട് ആ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനും അതോടൊപ്പം തന്നെ വിമത നീക്കങ്ങൾ തടയാനുമൊക്കെ KC വേണുഗോപാൽ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ MLAമാരുടെ മനസ്സിലിരിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ തലയെണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് KC വേണുഗോപാലിലേക്ക് എത്തിയേക്കാം. കാരണം അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വലിയ വിഭാഗം MLAമാർ അദ്ദേഹം ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പോലും അക്കാര്യത്തിൽ തന്നെ ചില ശ്രദ്ധ ചെലുത്തിയിരുന്നോ എന്ന് നമുക്ക് ആ തെരഞ്ഞെടുപ്പിലെ AICC അന്ന് പ്രസിദ്ധീകരിച്ച ആ സ്ഥാനാർത്ഥി പട്ടിക കണ്ടാൽ തോന്നിപ്പോകും. ആ നിലയിൽ KC വേണുഗോപാൽ അനുകൂലികൾക്കാണ് കൂടുതൽ ഭൂരിപക്ഷം. പക്ഷേ VD സതീശനോട് കോൺഗ്രസ് നേതൃത്വം കാണിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹമാണ് ഈ സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ചത്, UDFനെ നയിച്ചത്. VD സതീശൻ്റെ നിലപാടുകൾക്കുള്ള അംഗീകാരം കൂടിയായിരുന്നു നേരത്തെ നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ നൽകിയ അംഗീകാരം എന്നതും ശ്രദ്ധേയമാണ്. അതിൽ SKN ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്കെല്ലാം ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് PV അൻവർ പിണറായിയോട് കലഹിച്ച് LDFിൽ നിന്ന് CPIMൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ PV അൻവറിനെ സ്വീകരിക്കണം എന്ന നിലപാടായിരുന്നു അന്ന് സംസ്ഥാനത്തെ പല കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായിരുന്നത്. നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് ആ നിലയിലുള്ള വികാരമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ VD സതീശൻ അന്നൊരു ഉറച്ച നിലപാടെടുത്തു. PV അൻവറിനെ UDFിനൊപ്പം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂട്ടില്ല എന്ന നിലപാടായിരുന്നു. PV അൻവറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനും ഇല്ല എന്ന നിലപാട് അന്ന് VD സതീശൻ എടുത്തു. അതൊരു ഉറച്ച നിലപാടായിരുന്നു. അതുകൊണ്ട് എന്താകും ഫലം, PV അൻവർ പിന്നീട് അവിടെ സ്ഥാനാർത്ഥിയായി വരികയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷെ എതിരാകുമോ എന്ന് ചിന്തിച്ച പല പ്രധാനപ്പെട്ട നേതാക്കൾ പോലുമുണ്ട്. പക്ഷേ നിലമ്പൂരിൽ വലിയ വിജയം നേടി. അത് VD സതീശൻ്റെ ആ നിലപാടിൻ്റെ ഒരു അംഗീകാരം കൂടിയായിരുന്നു. ആ നിലയിൽ VD സതീശൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാട്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് രമേശ് ചെന്നിത്തല സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്, ഭരണപരിചയമുള്ള നേതാവാണ്. അദ്ദേഹം നിയമസഭയിലും ലോക്സഭയിലുമൊക്കെ പലതവണ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള നേതാവാണ്, സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിച്ചിട്ടുള്ള നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഈ MLAമാരുടെ കണക്കെടുപ്പാണ് മുഖ്യമെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ എണ്ണം തുലോം കുറവാണ് എന്ന് പറയേണ്ടി വരും. എങ്കിൽ പോലും ഈ ഭരണപരിചയത്തിൻ്റെയും കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പത്തിൻ്റെയും എക്കാലവും കോൺഗ്രസിനൊപ്പം നിലയുറപ്പിച്ചിട്ടുള്ള നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാന പങ്കുണ്ട് സംസ്ഥാനത്തെ കോൺഗ്രസ് വിജയത്തിൽ എന്നതിലും തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഈ 3 പേരും പ്രധാനപ്പെട്ട യോഗ്യരാണ്. പക്ഷേ ഇനി ഈ കസേരയ്ക്ക് വേണ്ടിയുള്ള ചക്കളത്തി പോരാട്ടം നടത്തിയ ആ പ്രതിച്ഛായ, ഇപ്പോഴുള്ള വിജയത്തിൻ്റെ ആ ശോഭ കെടും വിധമുള്ള പ്രവർത്തനങ്ങൾ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകരുതെന്ന് വോട്ട് ചെയ്ത ജനങ്ങൾ ആഗ്രഹിക്കുന്നു, നമ്മളല്ല. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് പോരാട്ടങ്ങൾ നടന്നാലാണ് വാർത്തകൾ ലഭിക്കുക.
നമുക്കതിലല്ല താല്പര്യം. എന്തായാലും ജനങ്ങൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും മാന്ത്രിക വടി ഇവരിൽ നിന്ന് വരും എന്ന് കരുതിയിരിക്കുമ്പോൾ ചക്രവർത്തി പോരാട്ടത്തിൻ്റെ മറപിടിച്ചുയർത്തിയാൽ അത് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കും. നമുക്ക് ഒരുപാട് പ്രേക്ഷകർ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുന്നുണ്ട്. എല്ലാം എനിക്ക് വായിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ 3 പേരുടെ പേരുകൾ അവർ മാറിയും തിരിഞ്ഞും ഉപയോഗിക്കുന്നുണ്ട്. ചില ആൾക്കാർ കൂടുതൽ പിൻബലം നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.